മധുരമൂറും കഥകൾ. ചുവപ്പും വെള്ളയും നിറമുള്ള കാനഡയുടെ പതാകയിൽ കാണുന്നത് ഷുഗർ മേപ്പിളിന്റെ ഇലയാണ്. ഈ മേപ്പിൾ മരത്തിനെ കുറിച്ച് രസകരമായൊരു നാടോടിക്കഥ ഉമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. പണ്ട് വളരെ പണ്ടാണ്, കാട്ടിൽ ആകാശത്തോളം വളർന്നു പന്തലിച്ച് ഭൂമിക്കടിയിലെ പാതാളത്തോളം വേരുകൾ ആഴ്ന്നിറങ്ങി സുന്ദരിയായൊരു മേപ്പിൾ മരമുണ്ടായിരുന്നു അത്രേ. കുറേയധികം കിളികളും പൂമ്പാറ്റകളും കരടികളും മാനുകളും കൂട്ടുകാരായി മരത്തിനുണ്ടായിരുന്നു. ഒരു ദിവസം കുറച്ചു പുഴുക്കൾ സുന്ദരി മരത്തിൽ കയറിക്കൂടി. മരത്തൊലിയുടെ അകത്തേക്കു നുഴഞ്ഞു കയറിയ പുഴുക്കൾ കാരണം മേപ്പിൾ മരത്തിന് ദേഹമാസകലം ചൊറിച്ചിലായി. ചില്ലകൾ താഴ്ത്തി ചൊറിഞ്ഞു ക്ഷീണിച്ചപ്പോൾ എപ്പോഴും തന്റെ തണലിൽ വിശ്രമിക്കാനും കളിക്കാനും ഉറങ്ങാനും വന്നിരുന്ന കാട്ടിലെ കൂട്ടുകാരെ സഹായത്തിന് വിളിച്ചു. വന്നവരെല്ലാം ഓരോ കാരണങ്ങൾ പറഞ്ഞൊഴിഞ്ഞു മാറി. പാവം മരം ആരും സഹായിക്കാനില്ലാതെ കരച്ചിലോട് കരച്ചിലായി. ദൂരെ എങ്ങു നിന്നോ ഒരു പക്ഷി ദയനീയമായ ഈ കരച്ചിൽ കേട്ട് മരത്തിനടുത്തെത്തി കാര്യം അന്വേഷിച്ചു. മരത്തിനെ സഹായിക്കാൻ പക്ഷിയുടെ കൂട്ടുകാരെയും കൂട്ടി വരാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചാണ് അത് തിരിച്ചു പോയത്. മരം വിശ്വസിച്ചില്ല. കൂട്ടുകാരെല്ലാം പറ്റിച്ച പോലെ ഈ പക്ഷിയും പറ്റിക്കുമെന്നാണ് മരം കരുതിയത്. പക്ഷേ പക്ഷി വാക്ക് പാലിച്ചു. പിറ്റേന്ന് അതിന്റെ കുടുംബത്തിൽപ്പെട്ട നീണ്ട കൊക്കുകളും ചുവന്ന തലപ്പാവുള്ള മരംകൊത്തി പക്ഷികളെയും കൂട്ടിയിട്ടാണ് പക്ഷി എത്തിയത്. മേപ്പിളിനെ വേദനിപ്പിക്കാതെ നീണ്ട കൊക്കുകൾ കൊണ്ട് മരത്തിനുള്ളിൽ കയറിക്കൂടിയ പുഴുക്കളെ മുഴുവൻ മരം കൊത്തികൾ കൊത്തിയെടുത്തു കളഞ്ഞു. മേപ്പിൾ മരത്തിന്റെ ചൊറിച്ചിലും പുകച്ചിലും കുറഞ്ഞു. മരത്തിന് സന്തോഷമായി. തന്നെ രക്ഷിച്ച പക്ഷിക്കൂട്ടങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്നറിയാതെ മേപ്പിൾ മരം കുഴങ്ങി. തന്റെ ചില്ലകളിൽ കൂടുണ്ടാക്കി താമസിക്കാൻ മരം ആ പക്ഷികളോട് കുറെ അപേക്ഷിച്ചെങ്കിലും അവർ തിരിച്ചു പഴയ സ്ഥലത്തേക്കു തന്നെ പോയി. മരത്തിന്റെ ചൊറിച്ചിൽ ഭേദമായ വിവരമറിഞ്ഞ് കാട്ടിലെ മറ്റു കൂട്ടുകാർ വീണ്ടും മരത്തണലിൽ കളിയും ചിരിയുമായി എത്തി. മരം ആരോടും പരിഭവിച്ചില്ല. എല്ലാവർക്കും തണലായി നിന്നു. എന്നാൽ സന്തോഷകാലം അധികം നീണ്ടു നിന്നില്ല. വേനൽ വന്നു. കാട്ടിൽ മഴ തീരെ പെയ്തില്ല. അരുവികളും പുഴകളും വറ്റിത്തുടങ്ങി. വരൾച്ചയുടെ ദുരിതം കടുത്തു. പക്ഷിമൃഗാദികൾ ദാഹം കൊണ്ടു വലഞ്ഞു. പണ്ട് ആപത്തിൽ നിന്ന് രക്ഷിച്ച തന്റെ കൂട്ടുകാരെ സഹായിക്കാനുള്ള അവസരമായെന്ന് മരത്തിന് തോന്നി. കുടിക്കാൻ വെള്ളമില്ലാതെ തൊണ്ട വരണ്ടുണങ്ങിയെന്ന് സങ്കടം പറഞ്ഞ പക്ഷിയോട്, വിഷമിക്കേണ്ട, കൂട്ടുകാരായ മരംകൊത്തികളെയും കൂട്ടി അന്ന് രാത്രി തന്നെ തന്റെ അരികിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് പക്ഷിയെ തിരിച്ചയച്ചു. മരം പറഞ്ഞതുപോലെ വൈകുന്നേരം അവരെല്ലാം എത്തിയപ്പോൾ മേപ്പിൾ മരം ചില്ലകൾ താഴ്ത്തി അവരെ സ്വീകരിച്ചു. എന്നിട്ട് പതുക്കെ ഇങ്ങനെ പറഞ്ഞുത്രേ, മരംകൊത്തികളെ, നിങ്ങളുടെ നീണ്ട കൊക്കുകൾ കൊണ്ട് എന്നെ കൊത്തിക്കോളൂ. കൊത്തിയതിനു ശേഷം കുറച്ചു നേരം കാത്തു നിന്നാൽ എന്റെ ദേഹത്തുനിന്ന് മധുരമുള്ള ഒരു നീര് പുറത്തു വരും. അത് കുടിച്ചാൽ നിങ്ങളുടെ ദാഹവും ക്ഷീണവും ഒക്കെ മാറും. മേപ്പിൾ മരം പറഞ്ഞതുപോലെ പക്ഷികൾ ചെയ്തു. മരത്തിന്റെ നീര് കുടിച്ച് ദാഹം തീർത്ത സന്തോഷത്തോടെ അവർ അവരുടെ കൂട്ടിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് കഥ. ഇടയ്ക്കിടയ്ക്ക് മേപ്പിൾ മരത്തിന്റെ കഥ അറിയില്ലേ, എല്ലാവരെയും സഹായിക്കണം കേട്ടോ എന്ന് ഉമ്മ ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ ചക്കര പറയും. ഞാൻ അവനെ ഫ്രഞ്ച് പഠിക്കാൻ സഹായിച്ചില്ല എന്ന്. ഞാൻ ഫ്രഞ്ച് പഠിക്കണില്ലല്ലോ. 9ാം ക്ലാസ് മുതൽ ഫ്രഞ്ച് ഇഷ്ടമുണ്ടെങ്കിൽ പഠിച്ചാൽ മതി. പിന്നെ എങ്ങനെയാണ് ഞാൻ അവനെ സഹായിക്കുക?